ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക അറസ്റ്റ്. തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് SIT രേഖപ്പെടുത്തി. കൊള്ളയിൽ നേരിട്ട് പങ്കുണ്ടെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്പോൺസർമാരിലേക്ക് വഴിയൊരുക്കിയത് തന്ത്രിയാണെന്നും കണ്ടെത്തലുണ്ട്. ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചുവരുത്തിയായിരുന്നു അറസ്റ്റ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം തന്ത്രിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ശബരിമല തന്ത്രിയെ കൊണ്ടുവന്നു. ശബരിമല തന്ത്രി കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, നിർണായക അറസ്റ്റാണ് SIT നടത്തിയിരിക്കുന്നത്. ശബരിമല കൊള്ളക്കേസിൽ വലിയ തെളിവുകൾ ഈ തന്ത്രിക്കെതിരെ SITക്ക് ലഭിച്ചു എന്ന് തന്നെ വേണം കരുതാൻ. പത്മകുമാറിന്റെയും അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ശബരിമലയിലെ തന്ത്രി കണ്ഠരര് രാജീവരെ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യാനായി കഴിഞ്ഞ നവംബർ മാസത്തിൽ പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തിയത്. അന്ന് ചോദ്യം ചെയ്യലിൽ കൃത്യമായ ഉത്തരങ്ങൾ ചോദ്യങ്ങൾക്ക് അദ്ദേഹം നൽകിയിരുന്നില്ല. തുടർന്നാണ് പരമാവധി തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം വീണ്ടും ചോദ്യം ചെയ്യാനായി ഹാജരാകാനുള്ള നിർദ്ദേശം അദ്ദേഹത്തിന് നൽകിയത്. പക്ഷേ വ്യക്തിപരമായ അസൗകര്യം പറഞ്ഞ് അദ്ദേഹം ഈ ചോദ്യം ചെയ്യാൻ ഹാജരാകാനുള്ള സമയം നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. അതിനിടയിൽ ഇന്ന് അന്ത്യശാസനം പോലെ വീണ്ടും ഹാജരാകാനുള്ള കർശനമായ നിർദ്ദേശം SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതിന് പിന്നാലെയാണ് രാവിലെ 10 മണിയോടെ തിരുവനന്തപുരത്ത് രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയിൽ കൃത്യമായ ബോധ്യം തന്ത്രി കണ്ഠരര് രാജീവർക്കും ഉണ്ടായിരുന്നുവെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ SIT അദ്ദേഹത്തിന്റെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് തന്ത്രിയെ എത്തിച്ചു. അവിടെ വെച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ മാധ്യമപ്രവർത്തകർക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന ചോദ്യത്തിന് പങ്കില്ല എന്ന ഒറ്റവാക്കിൽ മറുപടി പറഞ്ഞ് തന്ത്രിയെ പോലീസ് കനത്ത വെല്ലുവിളികൾക്ക് നടുവിലൂടെ പോലീസ് വാഹനത്തിൽ കയറ്റി അവിടുന്ന് കൊല്ലത്തേക്ക് മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കാനായി കൊണ്ടുപോവുകയായിരുന്നു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ അറസ്റ്റാണ് SITയുടെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വരുന്ന ദിവസങ്ങളിലും പ്രധാനപ്പെട്ട ചില വ്യക്തികളെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും കടുത്ത നീക്കങ്ങളിലേക്ക് അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നീക്കങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുമെന്ന അഭ്യൂഹങ്ങളുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഗൂഢാലോചന എത്ര വലുതായിരുന്നു, അതിന്റെ വ്യാപ്തി എത്രത്തോളം വരും? ഏറ്റവും അവസാനമായി അറസ്റ്റിലായി. നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകണം. സ്വർണ്ണപ്പാളി കൊള്ളക്കേസിൽ ആരൊക്കെയാണോ കുറ്റവാളികളെന്ന് അന്വേഷിക്കുന്നവർ കണ്ടെത്തിയാൽ ശക്തമായ നടപടികളുമായിട്ട് അവർ മുന്നോട്ടേക്ക് പോവുക തന്നെ വേണം. അതാരായിരുന്നാലും, അത് മന്ത്രിയായിരുന്നാലും തന്ത്രിയായിരുന്നാലും ആ നിലയ്ക്ക് അന്വേഷണത്തിൽ SIT കുറ്റക്കാരാണ് എന്ന് അവർക്ക് തെളിവുകൾ സഹിതം അവർക്ക് ബോധ്യപ്പെടുന്ന പക്ഷം അന്വേഷണം ശക്തിപ്പെടുത്തിക്കൊണ്ട് നിയമത്തിന്റെ വഴിക്ക് പോവുക തന്നെ വേണം. പക്ഷേ ഈ അന്വേഷണത്തിൽ ഒട്ടേറെ സംശയങ്ങൾ ഉദിക്കുന്നു. മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു എന്ന് പറയുന്നു. പിന്നീട് എന്തുണ്ടായി? അന്നത്തെ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും ചുമതലക്കാരായി നിന്നിരുന്ന, അന്നത്തെ തീരുമാനമെടുത്ത യോഗത്തിൽ പങ്കെടുത്ത, മിനിറ്റ്സിൽ ഒപ്പുവെച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും എല്ലാവരും കുറ്റക്കാരാണെന്നും അവരെ എന്തുകൊണ്ട് കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം ഉയർന്നിട്ട് നാളുകൾ എത്രയായി. എന്നിട്ട് ഇപ്പോഴും അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പർ ശങ്കർദാസ് ഇന്ന് കേസിൽപ്പെട്ട് അദ്ദേഹം അറസ്റ്റിലാവുന്നില്ല. ഇതെല്ലാം ഒട്ടേറെ സംശയങ്ങൾക്ക് ഇട നൽകുന്ന ഒരു കാര്യമാണ്. ഈ അന്വേഷണം നടക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ എത്രയായി?
ഈ കേസിന്റെ മർമ്മപ്രധാനമായ വിഷയങ്ങളിലേക്ക് അന്വേഷണം കടന്നു ചെന്നിട്ടുണ്ടോ സംശയമാണ്. കാരണം ശബരിമല ക്ഷേത്രത്തിൽ നിന്നും ഈ സാധന സാമഗ്രികൾ, സ്വർണം, പാളികളെല്ലാം അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി അത് വിറ്റ് അത് എവിടെ എത്തി, ആരുടെ കൈകളിലെത്തി, ആർക്കൊക്കെ കിട്ടി, ഇതിന്റെ പണം എത്രയാണ്, ഈ വക ഒട്ടേറെ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഈ കേസിന്റെ മർമ്മപ്രധാനമായ വിഷയങ്ങളിലേക്ക് അന്വേഷണം എത്തിയെന്നോ അല്ലെങ്കിൽ അന്വേഷിച്ചതുകൊണ്ട് ഫലമുണ്ടായോ എന്നും വ്യക്തമായിട്ടില്ല. ഇതിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കുണ്ട്. CPMന്റെ പല നേതാക്കന്മാരും എന്തുകൊണ്ട് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ SITക്ക് കഴിയുന്നില്ല? ഈ വക മർമ്മപ്രധാനങ്ങളായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഇതേവരെ ഉത്തരം കിട്ടുന്നില്ല. അതുകൊണ്ട് SITയുടെ അന്വേഷണം കുറച്ചുകൂടി വ്യാപകവും ശക്തവുമാകണം എന്ന് ഭക്തജനങ്ങൾ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി. എന്തുകൊണ്ടാണ് ഗവൺമെന്റ്, ED, അതുപോലെ CBI തുടങ്ങിയിട്ടുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തങ്ങളുടെ അന്വേഷണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കൊണ്ടുവരുന്നതിന് എതിർക്കുന്നത് എന്തിനാണ്? സർക്കാരിന് ഇഷ്ടമല്ല, അതുപോലെ SITക്ക് ഇഷ്ടമല്ല, ദേവസ്വം ബോർഡിനും ഇഷ്ടമല്ല. എന്തുകൊണ്ട് അവരൊക്കെ അനിഷ്ടം കാട്ടുന്നു? അതിലും ദുരൂഹതയുണ്ട്. ഏത് ഏജൻസികൾ അന്വേഷിച്ചാലും, എത്ര കണ്ട് അന്വേഷണം വിപുലവും വ്യാപകമാക്കിയാലും കുറ്റക്കാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് കേരള സർക്കാരും ഒക്കെ ആഗ്രഹിക്കുന്നതെങ്കിൽ CBI വരട്ടെ, അതിലെന്തിനു ഭയപ്പെടണം? അപ്പോൾ CBI വരണ്ട, ED വേണ്ട, അന്വേഷണത്തിൽ വേറെ ആരും ഇടപെടാൻ പാടില്ല. ഇതിന്റെ വിവിധ മാനങ്ങൾ ഉള്ള കേസായതുകൊണ്ട് അതിന്റെ അന്വേഷണം വ്യാപകമാകാൻ പാടില്ല. സംസ്ഥാനാന്തര ബന്ധം അതുപോലെ ദേശാന്തര ബന്ധം ഒക്കെയുള്ള ഈ ഒരു വലിയ വിഷയത്തിൽ മറ്റ് അന്വേഷണ ഏജൻസികളൊന്നും പാടില്ല, ദേശീയ ഏജൻസികൾ വേണ്ട എന്ന സർക്കാരിന്റെ നിലപാട് സംശയാസ്പദമാണ്. ഇതെല്ലാം കൂടി ചിന്തിക്കുമ്പോൾ എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ട്. ചില നീക്കുപോക്കുകളൊക്കെ ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ള സംശയം ഭക്തജനങ്ങൾക്കുണ്ട്. ശബരിമല ക്ഷേത്രത്തിൽ മകരവിളക്ക് നടക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ തന്ത്രിമുഖ്യൻ ആ ക്ഷേത്രത്തിന്റെ ആ കാലയളവിലെല്ലാം തന്ത്രിയായിരുന്ന ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് ഞെട്ടിപ്പിക്കുന്നതാണ്, വേദനിപ്പിക്കുന്നതാണ്. ആ കുറ്റം അദ്ദേഹം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഉള്ള നിരപരാധിത്വം തെളിയിക്കാൻ അദ്ദേഹത്തിനും ചുമതലയുണ്ട്, അതിനുള്ള അവസരങ്ങളുണ്ട്. അതുകൊണ്ട് കേസന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളമുള്ള സംശയങ്ങൾ നീക്കാൻ SIT തയ്യാറാവണം. കേന്ദ്ര ഏജൻസികളെ അന്വേഷിക്കാൻ ഉള്ള സംവിധാനമൊരുക്കാൻ SITയും മുന്നോട്ടേക്ക് വരണം, ശ്രമിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനം ശരിയായ ദിശയിലാണ്, അവരെ അനാവശ്യ സമ്മർദ്ദത്തിൽപ്പെടുത്താൻ ശ്രമിക്കുന്നു, അത് പാടില്ല നിരീക്ഷണമൊക്കെ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അല്ല, അത് സംബന്ധിച്ചുള്ള കേസുണ്ടല്ലോ. CBI അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കേരള ഹൈക്കോടതി മുമ്പിൽ കേസുണ്ട്. അത് ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്, നോട്ടീസ് പോയിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള വാദമുഖങ്ങൾ ഏതാനും ദിവസങ്ങൾക്ക് ഉയരും. ഈ അറസ്റ്റിന് ശേഷം K. മുരളീധരൻ പ്രതികരിച്ചത് ഫോട്ടോയിലുള്ളവരെ ചോദ്യം ചെയ്യാനാണെങ്കിൽ, അഥവാ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാനാണെങ്കിൽ മുഖ്യമന്ത്രിയും ചോദ്യം ചെയ്യണമെന്നാണ്. അങ്ങനെ ഒരു ആവശ്യം BJP ക്കുണ്ട്. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും ചോദ്യം ചെയ്യണം. ദേവസ്വം മന്ത്രി ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ആർക്കൊക്കെ ബന്ധമുണ്ടോ അവരെ എല്ലാവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം, ചോദ്യം ചെയ്യണം. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ശക്തമാകണം, വ്യാപകമാകണം. അതുതന്നെയാണ് ആവശ്യം. എന്തിനാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഒഴിച്ചു മാറ്റി നിർത്തേണ്ട കാര്യമുണ്ടോ? അടൂർ പ്രകാശിനെയും അതുപോലെ തന്നെ സോണിയാഗാന്ധിയിലേക്കും ഒക്കെ എത്തി നിൽക്കുന്ന ഈ ഒരു കേസ് അന്വേഷണം തീർച്ചയായിട്ടും അത് സമഗ്രമാകണം, അത് കൂടുതൽ വ്യാപകമാകണം. ഈ കാര്യത്തിൽ കോൺഗ്രസിനും CPMനൊക്കെയുള്ള ബന്ധം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് പുറത്തു വരട്ടെ. എന്തിനവർ ഭയപ്പെടുന്നു?
ഒരു തന്ത്രിയിൽ മാത്രം ഒതുങ്ങുന്നതാണോ അതാണ് BJP-യുടെ ആരോപണം. SIT-ക്കെതിരെയാണ് കുമ്മനം രാജശേഖരൻ സംസാരിച്ചത്. ഒപ്പം ഇതിൽ എന്തൊക്കെയോ ഈ അന്വേഷണത്തിലടക്കം എന്തൊക്കെയോ നീക്കുപോക്കുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് BJP പ്രകടിപ്പിക്കുന്നത്. CBI വരട്ടെ അന്വേഷിക്കാൻ. എന്തിന് സംസ്ഥാന സർക്കാർ അതിനെയൊക്കെ ഭയപ്പെടുന്നു? കേന്ദ്ര ഏജൻസികളെ എന്തിന് ഭയപ്പെടുന്നു എന്ന ചോദ്യവും വളരെ ഗൗരവമുള്ള ചോദ്യങ്ങളും ഈ സമയത്ത് BJP ഉയർത്തുകയാണ്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, ഈ വിഷയത്തിൽ ഇനിയും കൂടുതൽ പ്രതികരണങ്ങൾ, രാഷ്ട്രീയ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ BJP-യുടെ പ്രതികരണമാണ് ലഭിച്ചത്. നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ K. ജയകുമാറിന്റെ അടക്കമുള്ള പ്രതികരണങ്ങൾ നമ്മൾ കേട്ടതാണ്. അദ്ദേഹം വളരെ വൈകാരികമായി മാത്രമേ പ്രതികരിച്ചുള്ളൂ. മറ്റ് വിശദാംശങ്ങളൊന്നും വിശദമായൊന്നും സംസാരിച്ചില്ല. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ്? ഇപ്പോൾ കണ്ഠര രാജീവര് എവിടെയാണുള്ളത്? കോടതിയിലേക്ക് എത്ര സമയത്തിനുള്ളിൽ എത്തും? എന്തൊക്കെയാണ് വിവരങ്ങൾ? 1.5 മണിക്കൂറിനകത്ത് അദ്ദേഹത്തെ കൊല്ലത്ത് മജിസ്ട്രേറ്റിന് മുമ്പാകെ എത്തിക്കും. ഒരുപക്ഷെ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട കേസായതിനാൽ കോടതി അല്പസമയം കൂടി കഴിഞ്ഞായിരിക്കും നടപടികൾ അവസാനിപ്പിക്കുക. അതല്ല എങ്കിൽ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കുകയായിരിക്കും ചെയ്യുക. പതിവ് അങ്ങനെയാണ്. അതിനുശേഷം റിമാൻഡിൽ വിടാനാണ് സാധ്യത. പിന്നീട് മാത്രമേ കസ്റ്റഡിയിൽ വാങ്ങാനായി പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകുകയുള്ളൂ. ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും A. പത്മകുമാറിനെയും തന്ത്രി കണ്ഠര രാജീവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്നൊരു പ്രധാനപ്പെട്ട നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായേക്കാം. അതിനുവേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷയായിരിക്കും ഒരുപക്ഷെ അവർ സമർപ്പിക്കുക. നിലവിലെ അന്വേഷണത്തിൽ ഹൈക്കോടതി തൃപ്തി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായതിന് പിന്നാലെ അന്വേഷണത്തിന് സമയപരിധി സാവകാശം നൽകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അടുത്ത ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുമ്പോൾ കൃത്യമായി തന്ത്രി കണ്ഠര രാജീവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ, 3 പേരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിന് ലഭിക്കുന്ന വിവരങ്ങൾ, ഇതടക്കമുള്ള പ്രധാനപ്പെട്ട ഈ കേസിലെ നിർണായകമായ വിവരങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കും എന്ന് തന്നെയാണ് സൂചന. ഇപ്പോഴും ഈ കേസിൽ വ്യക്തത വരാത്തൊരു ചോദ്യമുണ്ട്. തൊണ്ടി മുതൽ എവിടെ എന്ന ചോദ്യം. അതിന് ഇത്ര അന്വേഷണം തുടങ്ങി ഇത്രയധികം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.